Hi students, നമ്മൾ ലാസ്റ്റ് ഡേ ഡിസ്കസ് ചെയ്തത് ബാങ്ക്സ് ആയിരുന്നു, ക്ലാസിഫിക്കേഷൻ ഓഫ് ബാങ്ക്സ്. അതേപോലെ വാട്ട് ആർ ദ ഫങ്ഷൻസ് ഓഫ് ബാങ്ക്സ്. ക്ലാസിഫിക്കേഷൻ ഓഫ് ബാങ്ക്സ് എന്തൊക്കെയായിരുന്നു? കൊമേഴ്ഷ്യൽ ബാങ്ക്സ് എന്ന ക്ലാസിഫിക്കേഷനിൽ തന്നെ ഷെഡ്യൂൾഡ് ആൻഡ് നോൺ ഷെഡ്യൂൾഡ് ബാങ്ക്സ് പറഞ്ഞു. പിന്നെ ഫങ്ഷൻസ് ഓഫ് കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ആയിട്ട് പ്രൈമറി ആൻഡ് സെക്കൻഡറി ഫങ്ഷൻ. ഇൻ ദ പ്രൈമറി ഫങ്ഷൻ ഓൾസോ വി ആർ ഹാവിംഗ് അക്സെപ്റ്റിംഗ് ഡെപ്പോസിറ്റ് ആൻഡ് ലെൻഡിങ് മണി. ദെൻ സെക്കൻഡറിയിൽ ഏജൻസി സർവീസസും ജനറൽ യൂട്ടിലിറ്റി സർവീസസും. ഇത്രയും നമ്മൾ ലാസ്റ്റ് ഡേ ഡിസ്കസ് ചെയ്തു. സോ ടുഡേ വി ആർ മൂവിങ് ഓൺ ടു ദ ക്രെഡിറ്റ് ക്രിയേഷൻ. ഒരു കൊമേഴ്ഷ്യൽ ബാങ്കിൽ എങ്ങനെയാണ് ക്രെഡിറ്റ് ക്രിയേറ്റഡ് ആവുന്നത്? ക്രെഡിറ്റ് ക്രിയേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ക്രെഡിറ്റ് ഉണ്ടായി വരുന്നത് എങ്ങനെയാണ് കൊമേഴ്ഷ്യൽ ബാങ്ക്സിൽ. അപ്പോൾ വാട്ട് ഇസ് ദ പർപ്പസ് ഓഫ് ബാങ്ക്സ്? ഒരു ബാങ്കിൻ്റെ പർപ്പസ് തന്നെ ലെൻഡിങ് മണി, അക്സെപ്റ്റിംഗ് മണിയിലൂടെ ദേ ആർ ക്രിയേറ്റിംഗ് ക്രെഡിറ്റ്. സോ ക്രെഡിറ്റ് ക്രിയേഷൻ ആസ് എൻ ഇമ്പോർട്ടൻറ്റ് ഫംഗ്ഷൻ ഓഫ് ദി കൊമേഴ്ഷ്യൽ ബാങ്ക്. സോ മേജർ ഫംഗ്ഷൻ ആയിട്ട് പറയുന്നതാണ് ക്രെഡിറ്റ് ക്രിയേഷൻ. ഇറ്റ് റെഫേഴ്സ് ടു ദ കപ്പാസിറ്റി ഓഫ് ബാങ്ക് ടു ക്രിയേറ്റ് ഡെറിവേറ്റീവ് ഡെപ്പോസിറ്റ് ഔട്ട് ഓഫ് ദ പ്രൈമറി ഡെപ്പോസിറ്റ്. നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുന്ന മണിയിൽ നിന്ന് തന്നെ ഒരു ഡെറിവേറ്റീവ് ഡെപ്പോസിറ്റിനെ ക്രിയേറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ക്രിയേറ്റിംഗ് ക്രെഡിറ്റ് ക്രിയേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത്. പ്രൈമറി ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ഓരോ കസ്റ്റമേഴ്സ് അവിടെ എത്രത്തോളം ഡെപ്പോസിറ്റ് ചെയ്യുന്നു, ഇൻട്രസ്റ്റ് ചെയ്യുന്നു ആസ് കറൻസി, അതിനെ പ്രൈമറി ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത്. ആ പ്രൈമറി ഡെപ്പോസിറ്റിൻ്റെ മേലെ അഡീഷണൽ ഡെപ്പോസിറ്റ് ബാങ്ക് തന്നെ ക്രിയേറ്റ് ചെയ്യുന്നതിന് നമ്മൾ ഡെറിവേറ്റീവ് ഡെപ്പോസിറ്റ് എന്ന് പറയും. സോ ദീസ് ആർ ഡെറിവേറ്റീവ് ഡെപ്പോസിറ്റ് ബിക്കോസ് ദേ ആർ ഡിറൈവ്ഡ് ഫ്രം ദ ലെൻഡിങ് ഓഫ് പ്രൈമറി ഡെപ്പോസിറ്റ്. നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുന്ന മണി ബാക്കിയുള്ളവർക്ക് ലെൻഡ് ചെയ്ത് അതിൽ നിന്നുണ്ടാവുന്നൊരു ഇൻകം അല്ലെങ്കിൽ അതിൽ നിന്നുണ്ടാവുന്ന ഒരു ഡെറിവേറ്റീവിനെയാണ് ഡെറിവേറ്റീവ് ഡെപ്പോസിറ്റ് എന്ന് പറയാം. സോ ദിസ് ഇസ് എക്സ്പ്ലെയിൻ വിത്ത് സം ഓഫ് ദി എക്സാമ്പിൾ. ഒരു എക്സാമ്പിൾ ഇവിടെ താഴെ പറഞ്ഞിട്ടുണ്ട്, അത് വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പം ഈ ക്രെഡിറ്റ് ക്രിയേഷൻ ഒരു ബാങ്കിൽ നടക്കുന്നെങ്കിൽ അല്ലെങ്കിൽ ആ നടക്കുന്ന കൺസെപ്റ്റ് നമ്മൾ പഠിക്കണമെങ്കിൽ അതിന് കുറച്ച് അസംഷൻസ് വേണം. നമ്മൾ കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ ആയിരിക്കും എന്ന് അസ്യൂം ചെയ്യുന്നുണ്ട്. ആ കാര്യങ്ങളാണ്: ഫസ്റ്റ്, the public are highly banking minded, settling all deposits or all transaction to checks. നമ്മൾ പബ്ലിക് എല്ലാവരും എല്ലാ ട്രാൻസാക്ഷൻ ചെയ്യുന്നത് ചെക്കിലൂടെയാണ് എന്നൊരു അസംഷൻ. അതേപോലെ ദർ ഇസ് ഓൺലി വൺ ബാങ്ക് ഇൻ എക്സിസ്റ്റൻസ്. നമുക്കറിയാം ഒന്നിലധികം ബാങ്കുകളുണ്ട്, വളരെയധികം ബാങ്കുകളുണ്ടെന്നറിയാം. പക്ഷേ നമ്മൾ ഈ ഒരു കൺസെപ്റ്റ് പഠിക്കാൻ വേണ്ടി മാത്രം നമ്മൾ ഉദ്ദേശിക്കുകയാണ് എല്ലാ പബ്ലിക്കും ചെക്കിലൂടെ മാത്രമാണ് ട്രാൻസാക്ഷൻ നടത്തുന്നത്, ഒറ്റൊരു ബാങ്കേ ഉള്ളൂ. അതുപോലെ ദ ടോട്ടൽ ടെൻഡർ മണി ഇൻ സർക്കുലേഷൻ ഇസ് 10,000 റുപ്പീസ് മാത്രമാണ് സർക്കുലേറ്റ് ചെയ്യുന്ന എമൗണ്ട് എന്നും. അതേപോലെ ദ ബാങ്ക് കീപ്സ് എ ക്യാഷ് റിസർവ് റേഷ്യോ ഓഫ് 20% ടു മീറ്റ് ദ റിക്വയർമെൻറ്റ്സ് ഓഫ് ദ ഡെപ്പോസിറ്റ്. ഡെപ്പോസിറ്റിന് എന്തെങ്കിലും പൈസ ചോദിക്കുകയാണെങ്കിൽ 20% മാത്രമാണ് ക്യാഷ് റിസർവ് ആയിട്ട് വെക്കുന്നത് എന്നതും കൂടെ മെൻഷൻ ചെയ്ത് അതും കൂടെ നമ്മൾ ഉദ്ദേശിച്ചിട്ടാണ് നമ്മൾ ഈ എക്സാമ്പിൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. സോ ദ അസംഷൻ ദാറ്റ് വി വോണ്ട് ടു കൺസിഡർ വൈൽ സ്റ്റഡിയിങ് ദ ക്രെഡിറ്റ് ക്രിയേഷൻ ആർ: first, the public, all public are having the banking habit and they are using all kinds of transaction through check. Then there is only one bank in existence and the tender money in circulation is only 10,000 and the bank keeps a CRR ratio of only 20%. ഓക്കെ, ഇത്രയും അസംഷൻസ് വെച്ചിട്ട് നമ്മൾ ഈ എക്സാമ്പിൾ നോക്കുക. ഇവിടെ ഒരു ബാലൻസ് ഷീറ്റാണ് വരച്ചിരിക്കുന്നത്. അതുപോലെ ലയബിലിറ്റി on the left side and the asset is written on the right side. So in the liability we know that ഫസ്റ്റ്, ഇൻ ദ അസറ്റ് എന്താ? നമ്മൾ പൈസ കൊടുക്കുക, ബാങ്കിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യുന്നു. സോ ദ ക്യാഷ് ഇൻ ഹാൻഡ് ഇൻ ദ ബാങ്ക് ആസ് ആൻ അസറ്റ് ഇസ് 10,000. സോ ദ പ്രൈമറി ഡെപ്പോസിറ്റ് ഇസ് ഓൾസോ 10,000. അപ്പം നമ്മൾ കൊടുക്കുന്ന പൈസ 10,000 ആയിട്ട് പ്രൈമറി ഡെപ്പോസിറ്റ് ആയിട്ട് കൊടുത്തു. അത് ലയബിലിറ്റി സൈഡിൽ വരും അല്ലേ? നമ്മൾ കൊടുക്കുന്നത് എപ്പോഴും ബാങ്കിന് എന്താ? ലയബിലിറ്റി, അത് തിരിച്ച് കൊടുക്കേണ്ട ഒന്നാണ്. സോ ഇറ്റ് ഇസ് റിട്ടൺ ഇൻ പ്രൈമറി ഡെപ്പോസിറ്റ് 10,000 ആൻഡ് ദാറ്റ് വിൽ ബി ഇൻ ക്യാഷായിട്ട്, ലിക്വിഡ് ക്യാഷായിട്ട് നമ്മുടെ ബാങ്കിലുണ്ട്. സോ ദാറ്റ് ഇസ് അസറ്റ് ഓഫ് ദ ബാങ്ക്. സോ ഇറ്റ് ഗെറ്റ് ബാലൻസ് 10,000. ഇനി നമ്മൾ ക്രെഡിറ്റ് ക്രിയേഷൻ കൺസെപ്റ്റിലേക്ക് പോവാം. സോ ദ ബാങ്ക് കീപ്സ് എ ക്യാഷ് റിസർവ് റേഷ്യോ ഓഫ് 20% ഇൻ ദ ടോട്ടൽ ഡെപ്പോസിറ്റ്. എത്ര ഡെപ്പോസിറ്റ് ഉണ്ടോ അതിൻ്റെ 20% ബാങ്ക് എന്ത് ചെയ്യും? കയ്യിൽ ക്യാഷ് റിസർവ് ആയിട്ട് വയ്ക്കും. പക്ഷേ എന്തായാലും എത്രയാണെങ്കിലും 20% വെച്ചിട്ട് ബാക്കി ആൾക്കാർ ചോദിച്ചാൽ കൊടുക്കത്തുള്ളൂ. ലോണായിട്ട് ആരെങ്കിലും അപ്രോച്ച് ചെയ്യാണ് ബാങ്കിനെങ്കിൽ 20% വിൽ ബി കെപ്റ്റ് വിത്തിൻ ദ ബാങ്ക്. So this 2,000 and it advances 8,000 to the borrowers. അപ്പോൾ ഒരു ലോൺ ചോദിച്ച ഒരു ബോറോവർ വന്നാൽ 8,000 ഉള്ളൂ കൊടുക്കാൻ, ബാക്കി 2,000 എന്താ? ബാങ്കിൻ്റെ CRR റേഷ്യോയിൽ ബേസ് ചെയ്ത് വെച്ചേക്കുക. While granting loan, bank does not give cash to the borrower but simply credits the customer's account with the amount of the loan and authorize the borrower to withdraw the money to his account to the extent of the loan given. അപ്പം ഇതിനകത്ത് 2,000 രൂപ നമ്മുടെ ക്യാഷ് റിസർവ് ആണെങ്കിൽ 8,000 രൂപ അത് ബാങ്ക് ലെൻഡിങ്ങിന് കൊടുക്കും. പക്ഷേ അത് ക്യാഷ് ആയിട്ടല്ല കസ്റ്റമറിന് കൊടുക്കുന്നത്. കസ്റ്റമറിന് എങ്ങനെയായിരിക്കും കൊടുക്കുന്നത്? അയാളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. ആൻഡ് ഫ്രം ദർ ഹി ക്യാൻ ടേക്ക് ദ മണി. The borrower may issue checks in favor of his creditor for the mere payment, which in turn are deposited by the creditor in the same bank. ഒറ്റ ബാങ്കല്ലേ ഉള്ളൂ. അപ്പോൾ ആ ബാങ്കിൽ തന്നെ
ഈ ക്രെഡിറ്റർ ഈ ബോറോവർ പൈസ എടുത്തത് ചിലപ്പോൾ അയാൾക്ക് ആർക്കെങ്കിലും കൊടുക്കാനുള്ള പൈസ ആയിരിക്കാം. അപ്പോൾ അയാൾ ചെക്കായിട്ട് ഇതൊരു ക്രെഡിറ്ററിന് കൊടുക്കുന്നു, ഒരു അയാൾ കടവുള്ള ആൾക്ക് കൊടുക്കണം. സോ വാട്ട് ഹി വിൽ ഡു, ആസ് ദർ ഇസ് ഓൺലി ബാങ്ക്, ഹി വിൽ ഡെപ്പോസിറ്റ് ദ സെയിം ഇൻ ദ സെയിം ബാങ്ക്, ആ ബാങ്കിലേക്ക് തന്നെ ഡെപ്പോസിറ്റ് ചെയ്യുന്നു. So in this process the transaction between the borrower and creditor are settled without affecting the cash balance. അപ്പോൾ ക്യാഷ് ബാലൻസ് ഒരിക്കലും എഫക്റ്റ് ആവുന്നില്ല, കൊടുക്കുന്ന പൈസ എവിടെ അവിടോട്ട് തന്നെ തിരിച്ചു വരുന്നു, ഒറ്റ ബാങ്കല്ലേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയാണ് ക്രെഡിറ്റ് ക്രിയേഷൻ ഉണ്ടാകുന്നത്. അപ്പോൾ ഇവിടെ എക്സാമ്പിൾ നോക്കുക, ആ ട്രാൻസാക്ഷൻ ഇവിടെ ബാലൻസ് ഷീറ്റിൽ മാർക്ക് ചെയ്തിരിക്കുക. നമ്മുടെ പ്രൈമറി ഡെപ്പോസിറ്റ് ആയിട്ട് 10,000 ഉണ്ടായിരുന്നു, ക്യാഷ് ഇൻ ഹാൻഡ് 10,000 ഉണ്ടായിരുന്നു. എന്നിട്ട് ഇതിനകത്തെ 2,000 എന്താ നമ്മൾ ക്യാഷ് റിസർവ് ആയിട്ട് ബാങ്കിൽ വെച്ചു. അപ്പം ബാലൻസ് ഷീറ്റിൽ ഇനി അഡ്വാൻസ്ഡ് ആയിട്ട് കൊടുക്കാനുള്ളത് എത്രയായിരിക്കും, 8,000 ഉള്ളൂ. ആ 8,000 ആ കസ്റ്റമറിന് കൊടുത്തു. So what he will do, he will give the check to one of the creditor and he will deposit in the same bank. So ഡെറിവേറ്റീവ് ആയിട്ട് ആ 8,000 പിന്നെ ഡെപ്പോസിറ്റിലേക്ക് വന്നു. സോ ടോട്ടലി 18,000 ആയി, ഇവിടെയും 18,000, അങ്ങനെ ബാലൻസ്ഡ് ആയി. ഓക്കെ, ഇത് ഫസ്റ്റ് ട്രാൻസാക്ഷൻ. ഇനി ഇപ്പോൾ എത്രയാ ക്യാഷ് ബാലൻസ് ബാക്കി നമ്മുടെ ബാങ്കിലുണ്ട്, 18,000 ആണ്. ഈ 18,000ൻ്റെ മേലെ പിന്നെയും എന്ത് സംഭവിക്കും, ഒരു ക്യാഷ് റിസർവ് റേഷ്യോ ഓഫ് 20% ഇരിക്കുന്നുണ്ടാവും. ഇപ്പോൾ 18,000ൻ്റെ 20% പറഞ്ഞാൽ 3,600. So excluding 3,600 from 18,000 it can be given to a loan ചോദിച്ചു വരുന്ന ആൾക്ക് 18,000 മൈനസ് 3,600 കൊടുക്കാം എന്ന് വെച്ചാൽ ടോട്ടൽ എത്രയാ 6,400 അല്ലേ. 18,000 അല്ല, 10,000 മൈനസ് 3,600. 18,000ൻ്റെ 3,600 എടുത്തു ഇല്ലേ. 18,000 ആണ് നമ്മളുടെ ടോട്ടൽ വന്നത് അല്ലേ. 10,000 പ്ലസ് 8,000 വെച്ച് 18,000 വന്നു. ഇനി 20% ഓഫ് 18,000 നമ്മൾ ക്യാഷ് റിസർവ് ആയിട്ട് കൊടുക്കും. പക്ഷേ ബാങ്കിൻ്റെ കയ്യിൽ എപ്പോഴും ക്യാഷ് ഇൻ ഹാൻഡ് ലിക്വിഡ് ആയിട്ടുള്ളത് എന്താ, 10,000 മാത്രമേ ഉള്ളൂ. അപ്പോൾ 10,000ൽ നിന്ന് 3,600 കുറച്ച് ബാക്കി 6,400 മാത്രമായിരിക്കും ലെൻഡ് ചെയ്യാൻ പറ്റുന്നത്. 18,000 നിന്നല്ല, അവർ കൊടുക്കുന്നത് നമ്മുടെ അസംഷനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ടോട്ടൽ ലീഗൽ ടെൻഡർ മണി ഇൻ സർക്കുലേഷൻ ഇസ് ഓൺലി 10,000. 18,000 വന്നാലും 8,000 കൂടെ കൊടുക്കാൻ പറ്റത്തില്ല, 10,000 കൊടുക്കാൻ പറ്റൂ. ആ 10,000ൽ 18,000ൻ്റെ 20% കൂടെ റിസർവ് ആക്കി വെച്ച് ബാക്കി എമൗണ്ട്, അപ്പോൾ 6,400 മാത്രം നമുക്ക് അഡ്വാൻസ് ആയിട്ട് കൊടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ 8,000 പ്ലസ് 6,400 ആണ് അടുത്ത ഒരാൾക്ക് ലോണായിട്ട് കൊടുക്കാൻ പറ്റുന്നത്. ആ ലോണായിട്ട് 14,000 കൊടുത്താൽ അത് പിന്നെയും ഒരു ചെക്കായിട്ട് തിരിച്ച് ആ ബാങ്കിലോട്ട് തന്നെ വരുന്നു. അങ്ങനെ ടോട്ടലി പിന്നെയും 10,000 പ്ലസ് 14,400 വിറ്റ് ബിക്കംസ് 24,400. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ആ ബാങ്കിൽ തന്നെ എന്താ സംഭവിക്കുന്നത്, പൈസ കൂടി വരുവാണ്, കൊടുക്കുന്നു, അഡ്വാൻസ് കൊടുക്കുന്നു, പിന്നെയും പോകുന്നു. ഇങ്ങനെയാണ് ക്രെഡിറ്റ് നമ്മുടെ ബാങ്കിൽ കൂട്ടുന്നത്. ഇങ്ങനെയാണ് ക്രെഡിറ്റ് ക്രിയേഷൻ ബാങ്കിൽ ഉണ്ടാകുന്നത്. ഈ എക്സാമ്പിളാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. ഈ ഡെറിവേറ്റീവായിട്ട് വരുന്നതിനെയാണ് നമ്മൾ ഡെറിവേറ്റീവ് ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞത്. ഇതാണ് ക്രെഡിറ്റ് ക്രിയേഷൻ. ഓക്കെ, so from the above discussion it is clear that whenever a loan is granted to a customer a new deposit arises. ഒരു ലോൺ കൊടുക്കുമ്പോൾ അതൊരു ഡെപ്പോസിറ്റായി മാറുക, because there is only one bank and the loan promoted by one bank will be deposited in the same bank. ഓക്കെ, അപ്പോൾ ഇതാണ് ക്രെഡിറ്റ് ക്രിയേഷൻ്റെ എക്സാമ്പിൾ ഇവിടെ ഒരു ബാലൻസ് ഷീറ്റിൽ പറഞ്ഞിരിക്കുന്നത്. ക്ലിയർ അല്ലേ? നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക കേട്ടോ. പിന്നെ ഇനിയുള്ളത് നമ്മൾ ഒരു അസംഷനിൽ പറഞ്ഞിരിക്കുകയായിരുന്നു, ക്രെഡിറ്റ് ക്രിയേഷൻ ഇസ് പോസിബിൾ ഓൺലി വെൻ ദർ ഇസ് ഓൺലി വൺ ബാങ്ക്. ഒരു ബാങ്കുള്ളപ്പോഴേ പറ്റുള്ളൂ. അതെന്താണ്? ദ ക്രെഡിറ്റ് ക്രിയേഷൻ വെൻ ദർ ഇസ് മോർ ദാൻ വൺ ബാങ്ക്. എന്താ സംഭവിക്കുന്നതെന്ന്, കൂടുതൽ ബാങ്ക് ഉണ്ടെങ്കിൽ എന്ത് സംഭവിക്കും നമ്മൾ നോക്കുമ്പോൾ തന്നെ അറിയാം. നമ്മൾ ലോണായിട്ട് കൊടുക്കുന്നത് ആ ബാങ്കിൽ തന്നെ ഡെപ്പോസിറ്റ് ചെയ്യുന്നതുകൊണ്ടാണ് അവിടെ ഡെറിവേറ്റീവ് ഉണ്ടായി വരുന്നത്. അതിന് പകരം വേറെ ബാങ്കിലാണ് ഡെപ്പോസിറ്റ് ചെയ്യണമെങ്കിലോ ഇവിടെ നഷ്ടം അവിടെയാണ് കൂടുന്നത്. ഓക്കെ, സോ ദാറ്റ് ഇസ് ഡിസ്കസ്. So far our discussion was based on the assumption that there is only one bank, but in actual practice there are many banks. In each case alone, the total credit or deposit creation of the entire banking system will remain unaffected. പക്ഷേ നോക്കിയാൽ എൻ്റെ ബാങ്കിങ് സിസ്റ്റം നോക്കിയാൽ അൺഅഫക്റ്റഡ് ആയിരിക്കും, പക്ഷേ ഓരോ ബാങ്കിനനുസരിച്ച് മാറും. ഫോർ എക്സാമ്പിൾ ദർ ആർ 2 banks. നമ്മൾ വിചാരിക്കുക 2 ബാങ്കേ ഉള്ളൂ, SBIയും കാനറ ബാങ്കും. സോ മിസ്റ്റർ തോമസ് ഇസ് എ കസ്റ്റമർ ഓഫ് SBI and Mr. Jacob is a customer of Canara Bank. So Mr. Thomas draws a check in favor of Mr. Jacob and in which Mr. Jacob deposit with the Canara Bank. അപ്പം SBIയിൽ ഒരു ചെക്ക് കാനറ ബാങ്കിൻ്റെ ഫേവറിൽ ജേക്കബിന് തോമസ് കൊടുക്കുക. സോ in such a case there will be a transfer of fund from SBI to Canara Bank, but the deposit within the banks differs. 2 ബാങ്കിൻ്റെയും ബാലൻസുകൾ മാറും, പക്ഷേ ടോട്ടൽ ബാങ്കിങ് സിസ്റ്റം നോക്കുക 2 ബാങ്കിൻ്റെയും കൂടെ നോക്കുമ്പോൾ ക്രെഡിറ്റ് ക്രിയേഷൻ ഉണ്ടാകുന്നുണ്ട്. ദ ക്യാഷ് ബാലൻസ് റിമെയിൻ അൺഅഫക്റ്റഡ്. ഇതാണ് ക്രെഡിറ്റ് ക്രിയേഷൻ ഇൻ മോർ ദാൻ വൺ ബാങ്കിൽ സംഭവിക്കുന്നത്. ദെൻ ഇങ്ങനെ ക്രെഡിറ്റ് ക്രിയേഷന് കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട്. ഇത് ഗുണങ്ങളുണ്ടെങ്കിലും ഇതിന് കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട്. വാട്ട് ആർ ദ മേജർ ലിമിറ്റേഷൻസ് ഓഫ് ക്രെഡിറ്റ് ക്രിയേഷൻ?
Of which the first one is availability of primary deposit. നമ്മുടെ പ്രൈമറി ഡെപ്പോസിറ്റ് എത്ര കൂടുന്നു അതിനനുസരിച്ച് ക്രെഡിറ്റ് ക്രിയേഷൻ ഉണ്ടാവത്തുള്ളൂ. അപ്പോൾ നമുക്ക് പ്രൈമറി ഡെപ്പോസിറ്റ് ഇല്ല, ആരും ഡെപ്പോസിറ്റ് ചെയ്യണില്ലെങ്കിൽ വാട്ട് ഹാപ്പൻസ്, ദ ബാങ്ക് വിൽ നോട്ട് ഹാവ് എനി ഇൻക്രീസ് ഇൻ ദ ക്രെഡിറ്റ്. ക്രെഡിറ്റ് ഒരിക്കലും ക്രിയേറ്റഡ് ആവുന്നില്ല. ദാറ്റ് ഇസ് വൺ limitation. So availability of primary deposit affect the credit creation process. And if there is low credit or low primary deposit, there will be always low credit creation. Second, cash reserve requirement. That is, if the cash reserve requirement is very high, the capacity to create the credit will be very low. അപ്പോൾ 20% വെക്കുന്നതുകൊണ്ടാണ് നമുക്ക് ഇത്രയെങ്കിലും പൈസ ഉള്ളത് ലോണിന് കൊടുക്കാൻ വേണ്ടി അല്ലേ. 18,000 20% മാത്രം റിസർവ് ചെയ്യുന്നതുകൊണ്ടാണ് ബാക്കി 6,400 കൂടെ കൊടുക്കാനുള്ളത്. പക്ഷേ ഇഫ് ദ ക്യാഷ് റിസർവ് റേഷ്യോ ഇസ് 50% ഓർ 80% എന്ത് സംഭവിക്കും, ബാങ്ക് അതൊന്നും ലോണായിട്ട് കൊടുക്കത്തില്ല. ലോണായിട്ട് കൊടുത്താലേ അത് ഡെപ്പോസിറ്റായി പിന്നെയും ബാങ്കിന് തന്നെ ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. സോ ദാറ്റ് ഇസ് അനദർ വൺ. ഇഫ് ദ ക്യാഷ് റിസർവ് റേഷ്യോ ഇസ് വെരി ഹൈ, ദ ക്രെഡിറ്റ് ക്രിയേഷൻ റേറ്റ് വിൽ ബി വെരി ലോ. Then third, availability of good securities. That is, a bank will lend money only if the borrower are able to provide good securities. നമ്മൾ സെക്യൂരിറ്റി ആയിട്ട് നമ്മുടെ ലാൻഡോ ഗോൾഡോ ഒക്കെ കൊടുത്താൽ മാത്രമേ ഇവർ ലോണായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുള്ളൂ. അങ്ങനെ ആരും കൊടുത്തില്ലെങ്കിലും, ലോൺ കൊടുത്തില്ലെങ്കിൽ സംഭവിക്കുന്നത് എന്താ, നമ്മുടെ ഡെറിവേറ്റീവ് ഡെപ്പോസിറ്റ് കുറഞ്ഞു വരും. അങ്ങനെ ഒരു കണ്ടീഷൻ ഉണ്ട്. സോ അവൈലബിലിറ്റി ഓഫ് ഗുഡ് സെക്യൂരിറ്റീസ് വിൽ ഓൺലി provide more credit creation. Then fourth, banking habit of the general public. എല്ലാവരും ചെക്ക് ഫെസിലിറ്റി യൂസ് ചെയ്താൽ മാത്രമേ ഈ ഒരു ക്രെഡിറ്റ് ക്രിയേഷൻ സംഭവിക്കുന്നുള്ളൂ അല്ലേ. ക്രെഡിറ്റ് ചെക്ക് ഉപയോഗിച്ചാൽ മാത്രമേ അവർ ആ എമൗണ്ട് അവരോട് തന്നെ തിരിച്ചിട്ടിട്ട് പിന്നെയും ആ ട്രാൻസാക്ഷൻ നടക്കുന്നുള്ളൂ. അതല്ലെങ്കിൽ വാട്ട് ഹാപ്പൻസ്, ഇഫ് ദ ചെക്ക് ഫെസിലിറ്റിയും സെറ്റിലിങ്ങിനൊന്നും ചെക്കെല്ലാം ഉപയോഗിക്കണമെങ്കിൽ ഒരിക്കലും ക്രെഡിറ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ദെൻ ദ എക്കണോമിക് കണ്ടീഷൻ. ദാറ്റ് ഈസ് ഡ്യൂറിങ് ഡിപ്രഷൻ ഫേസിലാണ് നോക്കൂ. ദർ ഇസ് ഫോൾ ഇൻ ദ ബിസിനസ് ആക്ടിവിറ്റി. ഡിപ്രഷൻ ആണെങ്കിൽ ഒരു ബിസിനസ് ആക്ടിവിറ്റി ഉണ്ടാവില്ല. അപ്പോൾ എന്ത് പറ്റും, ബാങ്കിന് ക്രെഡിറ്റിലേക്ക് ആർക്കും ആവശ്യമില്ല, ആർക്കും ലോൺ വേണ്ട. അപ്പോൾ ബാങ്കിന് ലോൺ വേണ്ടെങ്കിൽ ഒരിക്കലും അത് പിന്നെ ഡെപ്പോസിറ്റായി ഡെറിവേറ്റീവ് ഡെപ്പോസിറ്റ് ആവത്തില്ല, ക്രെഡിറ്റ് ക്രിയേറ്റും ചെയ്യത്തില്ല. അപ്പോൾ എപ്പോഴും ക്രെഡിറ്റ് ക്രിയേഷൻ ഭയങ്കര ലോ ആയിരിക്കും. പക്ഷേ ഒരു ബൂം പീരീഡ് ആണെങ്കിൽ, നല്ല ബിസിനസ് ആക്ടിവിറ്റിയൊക്കെ നടക്കുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി എവറി പേഴ്സൺ വിൽ ബി ടേക്കിംഗ് ലോൺ ഫ്രം ദ ബാങ്ക് ആൻഡ് ഡെപ്പോസിറ്റിംഗ് ഇൻ ദ ബാങ്ക് ഇറ്റ് സെൽഫ്. സോ ക്രെഡിറ്റ് ക്രിയേഷൻ വിൽ ബി മോർ. അപ്പോൾ ഡിപ്രഷൻ സ്റ്റേജിൽ ക്രെഡിറ്റ് ക്രിയേഷൻ ലോ ആണ്, ബൂം സ്റ്റേജിൽ ക്രെഡിറ്റ് ക്രിയേഷൻ മോറാണ്. ദെൻ മോണിറ്ററി പോളിസി ഓഫ് ദി സെൻട്രൽ ബാങ്ക്. അപ്പോൾ സെൻട്രൽ ബാങ്കിൻ്റെ മോണിറ്ററി പോളിസി ഭയങ്കര ലിബറലും ആകാം, ചില സമയത്ത് ടൈറ്റും ആകാം. ഓക്കെ, ലിബറൽ ആയാൽ എന്ത് സംഭവിക്കും, അവർ ക്യാഷ് റിസർവ് റേഷ്യോ ചിലപ്പോൾ കുറയ്ക്കും. റിസർവ് കുറച്ച് വെച്ചാൽ മതി എന്ന് പറയും. റിസർവ് കുറച്ച് വയ്ക്കുമ്പോൾ നമുക്ക് കൂടുതൽ എമൗണ്ട് ലോണിനായിട്ട് പ്രൊമോട്ട് ചെയ്യാം, കൊടുക്കാം. അപ്പോൾ ആ ലോണിനായിട്ട് കൊടുക്കുന്ന പൈസ പിന്നെയും ആസ് എ ചെക്ക് വിൽ ബി ഡെപ്പോസിറ്റ് ഇൻ ദ ബാങ്ക് ആൻഡ് ക്രെഡിറ്റ് വിൽ ബി ജനറേറ്റഡ്. പക്ഷേ ഭയങ്കര ടഫായിട്ടുള്ളതാണെങ്കിൽ ബാങ്ക് ലോൺസിനൊക്കെ ഭയങ്കര റേറ്റ് ആയിരിക്കും. ബാങ്ക് ലോൺസിന് ഇൻട്രസ്റ്റ് റേറ്റ് ഭയങ്കര കൂട്ടുന്നു, ബാങ്കിങ് റേറ്റ്, ലെൻഡിങ് റേറ്റ്. അപ്പോൾ ഒരിക്കലും ആൾക്കാർ ലോൺ എടുക്കത്തില്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലി വാട്ട് ഹാപ്പൻസ്, ദ ക്രെഡിറ്റ് ക്രിയേഷൻ വിൽ ബി ലോ. ടൈറ്റ് മോണിറ്ററി പോളിസി ആണെങ്കിൽ ദർ വിൽ ബി ഓൺലി ലോ ക്രെഡിറ്റ് ക്രിയേഷൻ. ദെൻ അവൈലബിലിറ്റി ഓഫ് ബോറോവർ. ക്രെഡിറ്റ് എടുക്കാൻ ആൾക്കാരില്ല, ബോറോവർ ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും, ക്രെഡിറ്റ് ക്രിയേഷൻ ഉണ്ടാകത്തില്ല. That is another one. Next, behavior of other banks. That is, if some banks do not grant loans to the extent required by the banking system, the credit creation will be restricted. ചില ബാങ്കുകൾ ലോൺ കൊടുക്കുന്നില്ല, only they are taking deposit. In that sense also credit creation will be affected. ലോൺ കൊടുത്താലേ നമുക്ക് ഡെറിവേറ്റീവ് ഡെപ്പോസിറ്റ് വരത്തുള്ളൂ, അല്ലെങ്കിൽ നോർമൽ പ്രൈമറി ഡെപ്പോസിറ്റുകൾ മാത്രമേ നമ്മളുടെ ബാങ്കിൽ ഉണ്ടാവുള്ളൂ. സോ ഇഫ് ദർ ഇസ് നോ facility for providing loans, then also the credit creation will be restricted. Then attitude of the people. That is, if the public decide to hold more cash due to uncertainty about the economic condition, they would draw a large part of deposit. As a result, the bank are left with very low cash reserve, which restrict the capacity to create credit. അപ്പം ആൾക്കാരെല്ലാ പൈസയും കൈ വെച്ചേക്കുക, ഡെപ്പോസിറ്റ് ചെയ്യുന്നില്ല എന്ന രീതിയിലാണെങ്കിൽ എന്ത്, ഡെപ്പോസിറ്റ് ചെയ്താലേ ആ പ്രൈമറി ഡെപ്പോസിറ്റിൽ നിന്ന് പിന്നെ ക്യാഷ് റിസർവ് പിടിച്ച് ബാക്കി ലോണൊക്കെ കൊടുക്കാൻ പറ്റത്തുള്ളൂ. സോ അവൈലബിലിറ്റി ഓർ ദ ആറ്റിറ്റ്യൂഡ് ഓഫ് എ പീപ്പിൾ ടുവേർഡ്സ് ബാങ്കിങ് വിൽ ഓൾസോ എഫക്ട് ദ ക്രെഡിറ്റ് ക്രിയേഷൻ. സോ ദീസ് ആർ ദ മേജർ characteristics that we want to focus, or these are the major limitations that we will face in a credit creation. First, the availability of primary deposit. Second, cash reserve requirement. Third, availability of good security. Then, banking habit of the general public, economic condition, monetary policy, availability of the borrower, behavior of other banks, and also the attitude of the people. So these will affect the business. Next one, or the credit creation. Sorry, business alla credit creation.
Next one is, what are the functions of the central bank with reference to RBI? RBI ആണ് നമ്മളുടെ സെൻട്രൽ ബാങ്ക് അല്ലേ. നമ്മളുടെ ഇന്ത്യൻ കൺസെപ്റ്റിൽ ഇന്ത്യൻ ബാങ്കിങ് സിസ്റ്റത്തിനെ എല്ലാ ബാങ്ക്സിനെയും കൺട്രോൾ ചെയ്യുന്ന, എല്ലാ ഷെഡ്യൂൾഡ് ബാങ്ക്സിനെയും കൺട്രോൾ ചെയ്യുന്ന ഒരു സെൻട്രൽ അപെക്സ് ബാങ്ക് എന്ന് പറഞ്ഞാൽ RBI. അപ്പോൾ RBIയുടെ ഫങ്ഷൻസ് എന്താണ്, അല്ലെങ്കിൽ നോർമലി ഒരു സെൻട്രൽ ബാങ്കിൻ്റെ ഫങ്ഷൻസ് എന്താണ് എന്നതാണ് ഇനി പഠിക്കേണ്ടത്. നമുക്കറിയാം RBI ആണ് കറൻസി നോട്ട്സ് ഇഷ്യൂ ചെയ്യുന്നത്. ദാറ്റ് ഈസ് എ മേജർ ഫങ്ഷൻ ഓഫ് RBI, ഇഷ്യൂയിങ് ദ കറൻസി നോട്ട്സ്. നോട്ട്സ് പ്രിപ്പയർ ചെയ്യുന്ന ഏതൊക്കെ എല്ലാ നോട്ട്സും പ്രിൻറ്റ് ചെയ്ത് തരുന്ന RBI. So the RBI has a monopoly of issuing the currency notes in India, except 1 rupee notes and the coins which are issued by the Ministry of Finance, Government of India. 1 rupee നോട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, അതും അതുപോലെ കോയിൻസും. ഇത് RBI അല്ല ഉണ്ടാക്കുന്നത്. ഇതുണ്ടാക്കുന്നത് മിനിസ്ട്രി ഓഫ് ഫിനാൻസ്, ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ മിനിസ്ട്രി ഓഫ് ഫിനാൻസാണ്. ബാക്കി എല്ലാം 50 rupees, 20 rupees, 500, 200, 2000 ഒക്കെ റുപ്പീസ്, 200 ഒക്കെ റുപ്പീസ് ഇഷ്യൂ ചെയ്യുന്നതാണ് ദ മേജർ ഫങ്ഷൻ ഓഫ് RBI. ദ RBI ഇഷ്യൂസ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ട് ദ കറൻസി ത്രൂ 2 ഡിപ്പാർട്ട്മെൻറ്റ്സ്. 2 ഡിപ്പാർട്ട്മെൻറ്റിലൂടെയാണ്, ഇഷ്യൂ ഡിപ്പാർട്ട്മെൻറ്റിലൂടെയും അതുപോലെ ബാങ്കിങ് ഡിപ്പാർട്ട്മെൻറ്റിലൂടെയാണ് അവർ ഈ എമൗണ്ട് സർക്കുലേറ്റ് ചെയ്യുന്നത്. ദ ഇഷ്യൂ ഡിപ്പാർട്ട്മെൻറ്റ് ഈസ് ഇൻട്രസ്റ്റഡ് വിത്ത് ദ പ്രോപ്പർ ടാസ്ക് ഓഫ് പ്രോപ്പർ ആൻഡ് എഫിഷ്യൻറ്റ് മാനേജ്മെൻറ്റ് ഓഫ് നോട്ട് ഇഷ്യൂ. നോട്ട് ഇഷ്യൂവിന് പ്രോപ്പർ ആണോ എഫിഷ്യൻ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യുന്നതാണ് ഇഷ്യൂ ഡിപ്പാർട്ട്മെൻറ്റ്. ആൻഡ് ദേ വിൽ മെയിൻറ്റെയിൻ ദ കറൻസി ചെസ്റ്റ്. കറൻസി ചെസ്റ്റുകൾ മെയിൻറ്റെയിൻ ചെയ്യുന്ന നമ്മുടെ SBI ഗ്രൂപ്പുമായിട്ടും അതുപോലെ ഗവൺമെൻറ് ട്രഷറിയിലും സബ് ട്രഷറിയും പബ്ലിക് സെക്ടർ ബാങ്കിലും ഒക്കെ കറൻസി ചെസ്റ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഇങ്ങനെയുള്ള ഇഷ്യൂ ഡിപ്പാർട്ട്മെൻറ്റ്സ് ആണ്. ആൻഡ് ദ കറൻസി ചെസ്റ്റ് എന്ന് പറയുന്നത് എന്താ, ഈ കോയിൻസും നോട്ടും ഒക്കെ സൂക്ഷിച്ച് വയ്ക്കുന്നൊരു ബോക്സ് പോലെ ഒരു ബോക്സസ് ആണ്, അതിനെയാണ് കറൻസി ചെസ്റ്റ് എന്ന് പറയുന്നത്. ആൻഡ് ദ ബാങ്കിങ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് RBI മാനേജസ് ദ സീസണൽ ഫ്ലക്ച്വേഷൻ. ഈ കറൻസി ഓരോ ബാങ്കിൽ നിന്ന് വേറെ ബാങ്കിലേക്കും അവിടുന്ന് കസ്റ്റമേഴ്സിലേക്കും ഒക്കെ കറൻസി സർക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കില്ലേ, ഇത് മൊത്തം നോക്കുന്നതാണ് ദിസ് ബാങ്കിങ് ഡിപ്പാർട്ട്മെൻറ്റ്. Whenever the currency circulation declines, the banking department transfers eligible security to the issue department, on the basis of which the issue department issues more currency notes. അപ്പം ബാങ്കിങ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഇങ്ങനെ സർക്കുലേഷൻ നോക്കുക. അപ്പോൾ സർക്കുലേഷൻ എവിടെയെങ്കിലും ഒരു കുറവ് വരുന്നു, അപ്പോൾ സർക്കുലേറ്റ് ചെയ്യാൻ മണി ഇല്ലാതൊരു സിറ്റുവേഷൻ വരുമ്പോൾ എന്ത് ചെയ്യും, നമ്മുടെ ബാങ്ക് അവിടെ സെക്യൂരിറ്റി കൊടുക്കും, ഇഷ്യൂ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് സെക്യൂരിറ്റി കൊടുത്ത് അവിടുന്ന് ക്യാഷ് പിന്നെയും എടുക്കും, എന്നിട്ടത് പിന്നെയും സർക്കുലേഷനിൽ കൊടുക്കും. ഇങ്ങനെയാണ് RBIയിലെ 2 ഡിപ്പാർട്ട്മെൻറ്റ്, ഇഷ്യൂ ഡിപ്പാർട്ട്മെൻറ്റും അതുപോലെ ബാങ്കിങ് ഡിപ്പാർട്ട്മെൻറ്റും വർക്ക് ചെയ്യുന്നത്. ആൻഡ് ദ RBI ഫോളോസ് ദ മിനിമം റിസർവ് സിസ്റ്റം ഓഫ് not issue. According to this system, the RBI has to keep a minimum reserve of rupees 200 crore, out of which 115 crore are to be kept in the form of gold reserve and rupees 85 in the form of foreign exchange currency. ഇപ്പോൾ ഒരു 200 കോടിയാണ് നമുക്ക് സർക്കുലേഷനിലുള്ളത് അല്ലേ. ഒരു 200 കോടി സർക്കുലേഷനിലുണ്ടെങ്കിൽ അതിലെ 200 കോടിയല്ല, 10,000 കോടി നിങ്ങളുടെ സർക്കുലേഷനിലുണ്ടെങ്കിൽ അതിലെ ഒരു പേഴ്സൺ 200 കോടി നമ്മൾ റിസർവ് ആയിട്ട് വെക്കണം. റിസർവ് എന്ന് പറഞ്ഞാൽ അത് സർക്കുലേഷനിൽ കൊടുക്കരുത്. എത്ര പൈസ ഉണ്ടെങ്കിലും 100 കോടിയോ 1000 കോടിയോ ഒക്കെ ഉണ്ടെങ്കിലും നമ്മൾ 200 കോടിയെങ്കിലും നമ്മൾ മിനിമം റിസർവ് ആയിട്ട് വെക്കണം. ഈ റിസർവ് ആയിട്ട് വയ്ക്കേണ്ടത് ആസ് കറൻസി എന്ന രീതിയിലല്ല, നമ്മൾ വെക്കേണ്ടത് ഒന്നുകിൽ ഗോൾഡ് റിസർവ് ആയിട്ട് ഒരു 115 കോടി നമ്മൾ ഗോൾഡ് റിസർവ് ആയിട്ട് RBIയിൽ സൂക്ഷിക്കണം. അതുപോലെ ഒരു 85 കോടി നമ്മൾ ഫോറിൻ കറൻസി റിസർവ്സ് ആയിട്ടും സൂക്ഷിച്ച് വെക്കണം. അപ്പോൾ ഫുൾ എമൗണ്ട് ഒരിക്കലും RBIക്ക് സർക്കുലേഷനിൽ കൊടുക്കാൻ പറ്റത്തില്ല. അബൌട്ട് 200 crores they want to keep as reserve either in the form of gold or in the form of ഫോറിൻ കറൻസി. ഇതാണ് RBIയുടെ ഫസ്റ്റ് ഫംഗ്ഷൻ, ഇഷ്യൂ ഓഫ് കറൻസി നോട്ട്. അപ്പോൾ ഇഷ്യൂ ഓഫ് കറൻസി നോട്ടാണ് മേജർ ഫംഗ്ഷൻ ഓഫ് RBI. ദിസ് they issue the currency note except the 1 rupee note and the other coins which are only issued by the Ministry of Finance, Government of India. They distribute and circulate this issue and distribute the currency through 2 departments, issuing department and banking department. Issuing department will control the managing of the നോട്ട് ഇഷ്യൂയുടെ മാനേജ്മെൻറ്റ് മൊത്തമാണ് ഇഷ്യൂ ഡിപ്പാർട്ട്മെൻറ്റ് നോക്കുന്നത്. ദേ വിൽ ബി കീപ്പിംഗ് ദ കറൻസി ചെസ്റ്റ് ഓരോ ട്രഷറീസിലും അതുപോലെ പബ്ലിക് സെക്ടർ ബാങ്ക്സിലെല്ലാം സൂക്ഷിക്കുന്ന ഇങ്ങനെയുള്ള ഇഷ്യൂ ഡിപ്പാർട്ട്മെൻറ്റാണ്. ആൻഡ് ദ ബാങ്കിങ് ഡിപ്പാർട്ട്മെൻറ്റ് വിൽ എൻഷുവർ ദ സർക്കുലേഷൻ. ഈ റുപ്പിയും നോട്ട്സും ഒക്കെ സർക്കുലേറ്റ് ചെയ്യുന്നതിനെ പറ്റിയിട്ടാണ് നമ്മുടെ ബാങ്കിങ് ഡിപ്പാർട്ട്മെൻറ്റ് നോക്കുന്നത്. ആൻഡ് ദേ വിൽ if any sense if they lack some kind of circulation എന്തെങ്കിലും ഒരു കുറവ് സംഭവിക്കുകയാണ് എങ്കിൽ they will give some security to the issuing department and get more currency issued and they will circulate it.
പിന്നെ ആർ ബി ഐ ചെയ്യുന്ന ഒരു കാര്യമാണ്, ആർ ബി ഐക്ക് ഒരു മിനിമം റിസർവ് റേഷ്യോ ഉണ്ട്. ആ ഒരു 200 കോടിയെങ്കിലും അവർ റിസർവ് ആയിട്ട് വെക്കണം, ഐദർ ഇൻ ദ ഫോം ഓഫ് ഗോൾഡ് ഓർ ഇൻ ദ ടേംസ് ഓഫ് ഫോറിൻ കറൻസി. ഇതാണ് ഫസ്റ്റ് ഫംഗ്ഷൻ ഓഫ് ആർ ബി ഐ ഓർ ദ സെൻട്രൽ ബാങ്ക്, ഇഷ്യൂയിങ് ഓഫ് കറൻസി നോട്ട്. സെക്കൻഡ് വൺ ഇസ് ഇറ്റ് ഈസ് എ ബാങ്കർ ടു ദ ഗവൺമെൻറ്. ഗവൺമെൻറ്റിന് ഒരു ബാങ്കറായിട്ടാണ് നമ്മുടെ ആര് സെൻട്രൽ ബാങ്ക് അല്ലെങ്കിൽ ആർ ബി ഐ ആക്ട് ചെയ്യുന്നത്. ആർ ബി ഐ ആക്ട് ആസ് എ ബാങ്കർ ടു ബോത്ത് ദ സെൻട്രൽ ഗവൺമെൻറ് ആൻഡ് ദ സ്റ്റേറ്റ് ഗവൺമെൻറ്. ആസ് എ ബാങ്കർ ടു ദ ഗവൺമെൻറ് ഇറ്റ് പ്രൊവൈഡ്സ് എ ഫോളോയിങ് ഫംഗ്ഷൻസ്. എന്തൊക്കെ ഫംഗ്ഷൻസാണ് കൊടുക്കുന്നത്? ബാങ്കർ എന്ന് പറഞ്ഞാൽ എന്താ, ഗവൺമെൻറ്റിന്, സെൻട്രൽ ഗവൺമെൻറ് അതുപോലെ സ്റ്റേറ്റ് ഗവൺമെൻറ്റിനും ഫണ്ടിങ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് ദിസ് ആർ ബി ഐ. ദേ മെയിൻറ്റെയിൻ ആൻഡ് ഓപ്പറേറ്റ്സ് എ ഡെപ്പോസിറ്റ് അക്കൗണ്ട് ഓഫ് സെൻട്രൽ ബാങ്ക് ആൻഡ് സ്റ്റേറ്റ് ഗവൺമെൻറ്. സെൻട്രലിൻ്റെയും സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെയും പല അക്കൗണ്ട്സും നമ്മൾ ആർ ബി ഐയിലാണ് ഡെപ്പോസിറ്റ് അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ദെൻ ദേ റിസീവ്സ് ആൻഡ് മേക്സ് പേയ്മെൻറ്റ് ഓൺ ബിഹാഫ് ഓഫ് ദ സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെൻറ്. സെൻട്രലിനും സ്റ്റേറ്റ് ഗവൺമെൻറ്റിനും ഏതെങ്കിലും ഫോറിൻ കൺട്രി ആയിട്ടോ ഫോറിൻ ബാങ്ക്സുമായിട്ടൊക്കെ ട്രാൻസാക്ഷൻസ് നടത്തുന്നുണ്ടെങ്കിൽ ദാറ്റ് വിൽ ബി ഡൺ ബൈ ഓൺലി ആർ ബി ഐ. Then it maintains the public debt and the issue of new loans and treasury bills of the central government. സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ പുതിയ ലോൺസും അതുപോലെ ട്രഷറി ബിൽസ് ഒക്കെ ഉണ്ടാവും, അതെല്ലാം മാനേജ് ചെയ്യുന്ന, അവരുടെ ഡെപ്റ്റ് എല്ലാം മാനേജ് ചെയ്യുന്നത് ആർ ബി ഐ ആണ്. Then it advances money to the central government in times of emergency loans and advances given by the RBI to the central bank for short period known as the ways and means advances. വേസ് ആൻഡ് മീൻസ് അഡ്വാൻസസ് എന്ന് പറഞ്ഞ WMA. ഇത് സെൻട്രൽ ഗവൺമെൻറ് എന്തെങ്കിലും എമർജൻസി മീറ്റ് ചെയ്യാൻ വേണ്ടി, ഇപ്പോൾ ഒരു ഫ്ലഡ് എമർജൻസി വരുന്നു, അല്ലെങ്കിൽ കൊറോണ എമർജൻസി വരുന്നു, ഇങ്ങനെയുള്ള സമയത്ത് നമ്മൾ ഫണ്ട് കൊടുക്കണം. ഇപ്പോൾ സെൻട്രൽ ഗവൺമെൻറ്റിൽ നിന്ന് ഇത്ര ഫണ്ട് വന്നു, അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൽ നിന്ന് ഇത്ര ഫണ്ട് വന്നു എന്നൊക്കെ നമ്മൾ കേൾക്കാറുണ്ട്. ഇതെല്ലാം കൊടുക്കുന്നത് ആരാണ്? ദിസ് ആർ ബി ഐ ആണ്, ആസ് എ വേസ് ആൻഡ് മീൻസ് ലോൺസ് ഓർ അഡ്വാൻസസ്, WMA. Then it provides the fund remittance facilities to the സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെൻറ്. സ്റ്റേറ്റിനും സെൻട്രൽ ഗവൺമെൻറ്റിനും ഫണ്ട് റെമിറ്റൻസ് ഫെസിലിറ്റീസും ആർ ബി ഐ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഇറ്റ് ഓൾസോ ആക്ട് ആസ് എൻ അഡ്വൈസർ. കുറേ കാര്യങ്ങൾ, ഇപ്പോൾ 5 ഇയർ പ്ലാൻസ് പ്രിപ്പയർ ചെയ്യുക, റിസോഴ്സ് മൊബിലൈസേഷൻ, നമ്മുടെ ക്യാപിറ്റൽ എവിടെയൊക്കെ മൊബിലൈസ് ചെയ്യണമെന്ന് സെൻട്രൽ ഗവൺമെൻറ്റിനും സ്റ്റേറ്റ് ഗവൺമെൻറ്റിനും അഡ്വൈസസ് പ്രൊവൈഡ് ചെയ്യുന്നതും ഇതുപോലെയുള്ള സെൻട്രൽ ബാങ്കാണ്, ദാറ്റ് ഇസ് ആർ ബി ഐ ആണ്. ആൻഡ് ഓൾസോ ഇറ്റ് റെപ്രസെൻറ്റ്സ് ദ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആസ് എ മെമ്പർ ഓഫ് IMF ആൻഡ് വേൾഡ് ബാങ്ക്. വേൾഡ് ബാങ്കിലും അതുപോലെ IMF, ഇന്ത്യൻ മോണിറ്ററി അല്ലേ, IMFും അതുപോലെ നമ്മുടെ വേൾഡ് ബാങ്കും ഉണ്ട്. ഇവർക്കുള്ള ഒരു ഏജൻ്റായിട്ട്, അല്ലെങ്കിൽ അവരെ റെപ്രസെൻ്റ് ചെയ്യുന്നത് നമ്മുടെ ഗവൺമെൻറ്, ഇന്ത്യൻ ഗവൺമെൻറ്റിനെ IMFിലും അതുപോലെ വേൾഡ് ബാങ്കിൻ്റെ പഴയ പേരാണ് ഇവിടെ IBRD എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഈ രണ്ടിനും സപ്പോർട്ടായിട്ട് നിൽക്കുന്ന, അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ റെപ്രസെൻറ്റേറ്റീവ് ആവുന്നതും ആർ ബി ഐ ആണ്. സോ ദിസ് ഇസ് അബൌട്ട് ദ ബാങ്കേഴ്സ്, ഹൗ ആർ ബി ഐ ആക്ട് ആസ് എ ബാങ്കർ ടു ദ ഗവൺമെൻറ്. ദെൻ ഇത് ഗവൺമെൻറ്റിന്, സെൻട്രൽ ഗവൺമെൻറ് സ്റ്റേറ്റ് ഗവൺമെൻറ്റിനും എങ്ങനെയാണ്. ഇനി ഓരോ ബാങ്കുകൾക്ക് ഇവരെങ്ങനെയാണ് ബാങ്ക് ആവുന്നത്? ദാറ്റ് ഈസ് ദ ബാങ്കേഴ്സ് ബാങ്ക്. ആർ ബി ഐ ബാങ്കേഴ്സിൻ്റെ ബാങ്കാണ് അല്ലേ. സോ ബീയിങ് ദ അപെക്സ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻ ദ കൺട്രി, ആർ ബി ഐ കൺട്രോൾസ് ഓൾ ദ ആക്ടിവിറ്റീസ് ഓഫ് ഓൾ ദി കമേഴ്ഷ്യൽ ആൻഡ് ഷെഡ്യൂൾഡ് ബാങ്ക്സ്. ഷെഡ്യൂൾഡ് ബാങ്ക്സിനെ മാത്രം, നോൺ ഷെഡ്യൂൾഡ് ബാങ്ക്സ് ഇല്ല. ഷെഡ്യൂൾഡ് ബാങ്ക്സ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മുടെ ആർ ബി ഐയുടെ സെക്കൻഡ് ഷെഡ്യൂളിനനുസരിച്ച് അതിനുള്ളിൽ പെടുത്തിയിട്ടുള്ള കുറച്ച് ബാങ്കുകളാണ് ഷെഡ്യൂൾഡ് ബാങ്ക്സ്. അപ്പോൾ ഷെഡ്യൂൾഡ് കമേഴ്ഷ്യൽ ബാങ്ക്സിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന, അവരുടെ ആക്ടിവിറ്റീസ് മുഴുവൻ കൺട്രോൾ ചെയ്യുന്നതാണ് ദിസ് ആർ ബി ഐ. സോ ഇൻ ദിസ് ഫോളോയിങ് ഏരിയ ആർ ബി ഐ ആക്ട് ആസ് എ ബാങ്കേഴ്സ് ബാങ്ക്. എപ്പോഴൊക്കെയാണ് ബാങ്കേഴ്സിൻ്റെ, ഇതുപോലുള്ള ഷെഡ്യൂൾ ബാങ്ക്സിൻ്റെ ബാങ്കർ ആവുന്നത്? സോ ദേ കീപ്സ് ദ റിസർവ്സ് ഓഫ് ദ കൊമേഴ്ഷ്യൽ ബാങ്ക്. കൊമേഴ്ഷ്യൽ ബാങ്ക്സിന് ഫണ്ടിന് ഒരു ഷോർട്ടേജ് വന്നു. സോ ഹൂ ദേ വിൽ അപ്രോച്ച്? അവർ സെൻട്രൽ ഗവൺമെൻറ്റിനെ സ്റ്റേറ്റ് ഗവൺമെൻറ്റിനെ അപ്രോച്ച് ചെയ്യുമോ? ഇല്ല. അവർ വേറെ ആരെ അപ്രോച്ച് ചെയ്യുക? അവരെ അപ്രോച്ച് ചെയ്യുന്ന ബാങ്കാണ് ദിസ് ആർ ബി ഐ. സോ ആർ ബി ഐ വിൽ ഗീവ് ഡെപ്പോസിറ്റ് ഓർ എ ലോൺ ഫെസിലിറ്റി ടു ദ കൊമേഴ്ഷ്യൽ ബാങ്ക്. സോ ദേ ആക്ട് ആസ് ദേ കീപ്സ് എ റിസർവ്സ്. നമ്മളുടെ കൊമേഴ്ഷ്യൽ ബാങ്ക്, ഇപ്പോൾ SBI അല്ലെങ്കിൽ UCO ബാങ്ക്, യൂക്കോ ബാങ്ക്, അല്ലെങ്കിൽ BOI, അങ്ങനെയുള്ള കുറേ BOB, ഇങ്ങനെയുള്ള ബാങ്കുകളുടെ എല്ലാം റിസർവ്സ് വെച്ചിട്ട്, അവരുടെ എന്തെങ്കിലും ഒരു റിസർവ് വെച്ചിട്ടായിരിക്കും ലോൺസ് ആയിട്ട് കൊടുക്കുന്നത് ദിസ് ആർ ബി ഐ. സെക്കൻഡ്, ദേ സെർവ്സ് എസ് എ ലെൻഡർ ഓഫ് ദ ലാസ്റ്റ് റിസോർട്ട് ബൈ മീറ്റിംഗ് ദ ഇമ്മീഡിയറ്റ് ക്യാഷ് റിക്വയർമെൻറ്റ് ഓഫ് കൊമേഴ്ഷ്യൽ ബാങ്ക്. ചിലപ്പോൾ കൊമേഴ്ഷ്യൽ ബാങ്കിന് ഇമ്മീഡിയറ്റ് റിക്വയർമെൻറ്റ് ഉണ്ടാകും, ചിലപ്പോൾ വൈൻഡിങ് അപ്പ് വരിക. അപ്പോൾ വൈൻഡിങ് വരുമ്പോൾ എന്താ സംഭവിക്കുന്നത്? അവർക്ക് ലോൺസ് വേണം, അല്ലെങ്കിൽ പൈസ വേണമായിരിക്കും ഇമ്മീഡിയറ്റ് റിക്വയർമെൻറ്റിന് വേണ്ടി. അങ്ങനെയുള്ള പൈസ പെട്ടെന്ന് ലെൻഡ് ചെയ്യുന്ന ഏറ്റവും ലാസ്റ്റ് റിസോർട്ട്, കച്ചിത്തുരുമ്പെന്ന് പറയില്ല, അങ്ങനെ നിൽക്കുന്നതാണ് നമ്മളുടെ ആർ ബി ഐ. ദെൻ ഇറ്റ് പ്രൊവൈഡ്സ് ക്ലിയറൻസ് ആൻഡ് റെമിറ്റൻസ് ഫെസിലിറ്റീസ് ടു ദ കൊമേഴ്ഷ്യൽ ബാങ്ക് സെൻറ്റേഴ്സ് വേർ ഇറ്റ് ഹാസ് ഓഫീസസ് ആൻഡ് ബ്രാഞ്ചസ്. അപ്പോൾ അതുപോലെ റെമിറ്റൻസ് ക്ലിയറൻസും അതുപോലെ ബാക്കി എമൗണ്ട് ക്ലിയറൻസ്, ചെക്ക് ക്ലിയറൻസ് ഒക്കെ കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കുന്നത്
കൊമേഴ്ഷ്യൽ ബാങ്ക്സിൻ്റെയും RBI ആണ്. ആൻഡ് ഇറ്റ് ഓൾസോ റീഡിസ്കൗണ്ട്സ് ദ എലിജിബിൾ ബിൽസ് ഓഫ് കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ഡ്യൂറിങ് ദ പീരീഡ് ഓഫ് ദർ ഫിനാൻഷ്യൽ സ്ട്രിഞ്ചൻസി. ഫിനാൻഷ്യലിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ നമ്മൾ കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ഫേസ് ചെയ്യുക, ആ സമയത്ത് നമ്മളെ അങ്ങനെയുള്ള കൊമേഴ്ഷ്യൽ ബാങ്ക്സിനെ ഹെൽപ്പ് ചെയ്യുന്ന, അവർക്ക് വേണ്ടിയിട്ടുള്ള ഡിസ്കൗണ്ട്സ്, റീഡിസ്കൗണ്ടുകളൊക്കെ കൊടുത്ത് അവരെ ഹെൽപ്പ് ചെയ്യുന്ന, ബാക്കപ്പ് ചെയ്യിപ്പിക്കുന്ന ബാങ്കാണ് RBI. സോ in these ways the RBI becomes the bankers' bank. Next one is the control and management of foreign currency. വേറൊരു ഫംഗ്ഷനാണ് RBIയുടെ കൺട്രോൾ ആൻഡ് മാനേജ്മെൻറ്റ് ഓഫ് ഫോറിൻ കറൻസി. ഫോറിൻ കറൻസിയെ റിസർവ്സ് മെയിൻറ്റെയിൻ ചെയ്യുക, നമ്മുടെ ഇന്ത്യൻ റുപ്പിയുടെ എക്സ്റ്റേണൽ വാല്യൂ, നമുക്ക് ഫോറിൻ കൺട്രി ആയിട്ടുള്ള വാല്യൂ ഇല്ലേ, അത് മെയിൻറ്റെയിൻ ചെയ്യുക എന്നതൊക്കെ RBIയുടെ ഒരു ഫംഗ്ഷനാണ്. ഇറ്റ് ഈസ് RBI that controls the receipt and payment of the foreign currency. Foreign currency received by people in India are required to be sold and exchanged for Indian currency either by the RBI or their approved commercial bank. RBI കുറച്ച് ബാങ്കുകളെ മാത്രം അപ്രൂവ് ചെയ്തിട്ടുണ്ടാകും, അവർക്ക് ഫോറിൻ കറൻസി എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമ്മളുടെ ബാങ്കിലേക്ക് കൊണ്ട് ഫോറിൻ കറൻസി തന്നാൽ അത് ഇന്ത്യൻ റുപ്പി ആയിട്ട് കൺവേർട്ട് ചെയ്യാനുള്ള ഫെസിലിറ്റി RBIക്കുണ്ട്. ആൻഡ് സം ഓഫ് ദി കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ഓൾസോ വിച്ച് ആർ ഓതറൈസ്ഡ് ബൈ ദി RBI. RBI ഓതറൈസ് ചെയ്തിട്ടുള്ള കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഫോളോ ചെയ്യുന്ന ചില ബാങ്കുകൾക്ക് മാത്രം ഈ ഒരു ഫെസിലിറ്റി ഉണ്ട്. അല്ലെങ്കിൽ എല്ലാ ഫോറിൻ കറൻസി എക്സ്ചേഞ്ച് ചെയ്ത് കൊടുക്കുന്നവരാണ് RBI ആണ്. ദെൻ ക്രെഡിറ്റ് കൺട്രോൾ, ദാറ്റ് ഈസ് RBI കൺട്രോൾസ് ദ അവൈലബിലിറ്റി ഓഫ് ക്രെഡിറ്റ് ഇൻ ഇന്ത്യൻ എക്കോണമി. ഇന്ത്യൻ എക്കോണമിയുടെ ക്രെഡിറ്റ് കൺട്രോൾ ചെയ്യാനുള്ള ഫെസിലിറ്റിയും നമ്മുടെ RBIക്ക് ഉണ്ട്. നമ്മൾ മോണിറ്ററി പോളിസി എന്ന് പറഞ്ഞിരുന്നു. മോണിറ്ററി പോളിസി എന്ന് പറഞ്ഞാൽ സെൻട്രൽ ബാങ്ക് ഇൻഫ്ലേഷനെയും ഡിഫ്ലേഷനെയും കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന പോളിസിയാണ്. എന്ത് ചെയ്യും, RBI കുറേ റേറ്റുകൾ, SLR, CLR, ബാങ്ക് റേറ്റ്, ലെൻഡിങ് റേറ്റ്, ഇതിനെല്ലാം മാറ്റങ്ങൾ വരുത്തും. ഇത് മാറ്റങ്ങൾ വരുത്തിയിട്ട് ഇൻഫ്ലേഷനുള്ള സിറ്റുവേഷനെ ബാലൻസ് ചെയ്യാനും ഡിഫ്ലേഷൻ സിറ്റുവേഷൻ വരുമ്പോൾ ബാലൻസ് ചെയ്യാനും ഉപയോഗിക്കും. അങ്ങനെ ക്രെഡിറ്റിനെ, നമ്മുടെ എക്കോണമിയിലുള്ള പൈസയെ കൺട്രോൾ ചെയ്യാൻ, അവിടെയുള്ള ക്രെഡിറ്റ് ഫെസിലിറ്റിയെ കൺട്രോൾ ചെയ്യാനുള്ള ആക്ടിവിറ്റിയും RBIയുടെയാണ്. ദീസ് മെഷേഴ്സ് വിൽ ബി എക്സ്പ്ലെയിൻ ചെയ്ത ഇൻ ഡീറ്റെയിൽ നമ്മുടെ ഭാവിയിലും ഉണ്ട്. SLR എന്താ, ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻസ് ഉണ്ട്, ഇതെല്ലാം നമ്മൾ പഠിക്കും. ഓക്കെ, അത് മോണിറ്ററി പോളിസിക്കുള്ളിൽ പഠിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നോക്കാം. എന്തായാലും ക്രെഡിറ്റ് കൺട്രോൾ ചെയ്യുന്നുണ്ട് RBI. നെക്സ്റ്റ്, ദ കളക്ഷൻ ഓഫ് ഡേറ്റ ആൻഡ് ദ പബ്ലിക്കേഷൻ. അതുപോലെ തന്നെ RBI എല്ലാ ബാങ്കുകളെ പറ്റിയിട്ടുള്ള സ്റ്റാറ്റിസ്റ്റിക്കൽ ഡേറ്റ, എത്രത്തോളം അഡ്വാൻസസ് പോയിട്ടുണ്ട്, എത്രത്തോളം നമുക്ക് ഡെപ്പോസിറ്റ് വന്നിട്ടുണ്ട്, അത് എത്രത്തോളം നമ്മൾ യൂസ് ചെയ്തു, എത്രത്തോളം റിസർവ്ഡ് ഉണ്ട്, അങ്ങനെയുള്ള എല്ലാ ഡേറ്റയും സൂക്ഷിച്ചു വയ്ക്കുന്നവരാണ് RBI ആണ്. എല്ലാ ബാങ്കുകളിൽ നിന്നും ഇതുപോലെ financial and banking conditions correct. And this contains the data regarding the money, the finance, the credit, the industrial production, the prices, everything. And this will be compiled and distributed in various publications. റിസർവ് ബാങ്കിന് തന്നെ ഇന്ത്യൻ ബുള്ളറ്റിൻ ഉണ്ട്, മന്ത്ലി ഉള്ള, അതുപോലെ റിപ്പോർട്ട് ആൻഡ് ട്രെൻഡ് ആൻഡ് പ്രോഗ്രസ് ഓഫ് ബാങ്ക് ഇൻ ഇന്ത്യ ആനുവലായിട്ട്. ഇങ്ങനെയുള്ള പബ്ലിക്കേഷൻസിലൊക്കെ എല്ലാ ഇൻഫർമേഷൻസും ഡിസമിനേറ്റ് ചെയ്യുന്നതും RBIയുടെ ഫംഗ്ഷനാണ്. ആൻഡ് സം ഓഫ് ദി അതർ ഡെവലപ്മെൻറ്റ് ആൻഡ് പ്രൊമോഷണൽ ഫംഗ്ഷൻസ് ആർ ഓൾസോ വിത്ത് RBI. അതുപോലെ ഡെവലപ്മെൻറ്റ് ആക്ടിവിറ്റിക്ക് വേണ്ടി ചിലപ്പോൾ നമ്മുടെ ബാങ്കിങ് പേഴ്സണൽസിന് വേണ്ടിയിട്ടുള്ള ട്രെയിനിങ്, പുതിയ പുതിയ ബാങ്കിങ് ടെക്നോളജി വരും, അല്ലെങ്കിൽ ഫ്രോഡിലൻ്റ് ആക്ടിവിറ്റി വരുമ്പോൾ അതൊക്കെ എങ്ങനെ നമ്മൾ ഹാൻഡിൽ ചെയ്യണം എന്നതൊന്നും ബാങ്കിലെ ഓരോ ജീവനക്കാർക്ക് അറിയില്ല. സോ അവർക്ക് അതിനുള്ള ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യുക. ദാറ്റ് ഈസ് വൺ ഓഫ് ദ ഫംഗ്ഷൻ ഓഫ് ദേ ഹാവ് വേരിയസ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് സെറ്റപ്പ് ബൈ ദി RBI. Then they channelize the credit to priority sectors like the agriculture and small scale industry, export, etc. നമ്മുടെ പ്രയോറിറ്റി സെക്ടർ, അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് കിട്ടുന്ന സെക്ടേഴ്സാണ് അഗ്രികൾച്ചർ സെക്ടറും സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസും. ഇന്ത്യ ഒരു ഡെവലപ്പിംഗ് നേഷനല്ലേ, അങ്ങനെയുള്ളത് നമ്മളൊരു അഗ്രേറിയൻ കൺട്രിയും കൂടിയാണ്. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക്, അങ്ങനെയുള്ള പ്രയോറിറ്റി സെക്ടേഴ്സിലേക്ക് ലോൺസ് കൊടുക്കുന്നതും RBIയുടെ ഒരു ഫംഗ്ഷനാണ്. ദെൻ ഇറ്റ് മേക്സ് ഇൻസ്റ്റിറ്റ്യൂഷണൽ അറേഞ്ച്മെൻറ്റ് ഫോർ റൂറൽ ആൻഡ് ഇൻഡസ്ട്രിയൽ ഫിനാൻസ്. റൂറൽ ഏരിയ ഡെവലപ്മെൻറ്റും അതുപോലെ ഇൻഡസ്ട്രി ഡെവലപ്പ് ചെയ്യാനുള്ള ഫിനാൻസ് പ്രൊവൈഡ് ചെയ്യുന്നതും RBIയുടെ കൺട്രോളിലാണ്. ദെൻ ഇറ്റ് അസിസ്റ്റ് ദ ഗവൺമെൻറ് ഇൻ എക്കണോമിക് പ്ലാനിങ്. ഇങ്ങനെയുള്ള 5 ഇയർ പ്ലാൻസ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും, 5 ഇയർ പ്ലാൻസ്. അപ്പോൾ 5 ഇയർ പ്ലാൻസിലേക്കും അതുപോലെ നമ്മുടെ ഇന്ത്യൻ മണി മാർക്കറ്റ് കൺട്രോൾ ചെയ്യാനുള്ള ഹെൽപ്പും ഒക്കെ ഗവൺമെൻറ് സപ്പോർട്ട് ചെയ്യുന്നത് RBI ആണ്. ആൻഡ് ഓൾസോ they appoint the committees from time to time to inquire into the problem of money and banking and to suggest the measures to resolve them. എങ്ങനെയാണ് അവിടെയുള്ള പ്രോബ്ലംസ് എല്ലാം സോൾവ് ചെയ്യുന്നത്. കുറേ RBIയിൽ കുറേ ഗവർണറുണ്ട്, RBI ഗവർണറിനെ എനിക്കറിയായിരിക്കും. അതുപോലെ പാനൽ ഓഫ് മെമ്പേഴ്സ് ഉണ്ട്. അവരെ പറ്റിയിട്ട് അവർക്ക് എങ്ങനെയാണ് മോണിറ്ററി സിസ്റ്റം കൺട്രോൾ ചെയ്യുക, കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കുന്നത് RBI ആണ്. സോ ദീസ് ആർ ദ മേജർ ഫങ്ഷൻസ് ഓഫ് RBI. ഫസ്റ്റ് ഫങ്ഷൻ എന്താ നമ്മൾ നോക്കിയാൽ, issuing currency notes. Then they act as a banker to the government and also they act as a banker to the bank. They are bankers' bank. Then they control and manage the foreign currency. Some commercial banks also help RBI for controlling the foreign currency or managing the foreign currency. Then credit control, collection of data and publishing. Then last, other development and promotional functions. So with this we can end today's class.
അപ്പം ഇന്ന് നിങ്ങൾക്ക് അസൈൻമെൻറ്റ്സ് ഉണ്ട്. നിങ്ങളുടെ അസൈൻമെൻറ്റ് എന്താണെന്ന് വെച്ചാൽ RBIയുടെ കീഴിലുള്ള ഷെഡ്യൂൾ ബാങ്ക്സ് ഏതെല്ലാം. യു വോണ്ട് ടു റൈറ്റ് ഈച്ച് ബാങ്ക്സ് നെയിം. ഇതൊക്കെ ഇപ്പോൾ SBI, BOB അങ്ങനെയുള്ള ഏതൊക്കെയാണ് ഷെഡ്യൂൾഡ് ബാങ്ക്സ്, എത്ര എണ്ണം ഉണ്ട് അത് എഴുതുക. അതേപോലെ RBIയുടെ മെമ്പേഴ്സ്, RBIക്ക് ഗവർണറുണ്ട്, അതുപോലെ പാനൽ മെമ്പേഴ്സ് ഉണ്ട്, അതെന്താണ്. സോ ദീസ് ടു യു വോണ്ട് റൈറ്റ് ആൻ അസൈൻമെൻറ്റ് ആൻഡ് സെൻഡ് ഇറ്റ്. ഓക്കെ, സോ താങ്ക് യു.